ഹോളിഡേ ഷോർട്ടൻ്റെ വീക്കായിട്ട് കൂടിയും കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് 0.83% ഇടിഞ്ഞ് 23,813 ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുന്നേ ഉള്ള ആഴ്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ നമ്മൾക്കൊരു ഷോർട്ട് കവറിങ്ങും കാണാൻ സാധിച്ചു. സെക്ടോറിൽ പെർഫോമൻസ് ഏറെക്കുറെ മിക്സഡ് ആയിരുന്നു. ഫാർമ, ഓട്ടോ, FMCG തുടങ്ങിയ സെക്ടറുകളിൽ സ്ട്രെങ്ത് കാണാൻ സാധിച്ചപ്പോൾ മെറ്റൽ സെക്ടറിൽ വീക്ക്നെസ് പ്രകടമായിരുന്നു. മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും ബിയറിഷ് ട്രെൻഡിൽ തന്നെയാണ്. ഇത് തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന കൺസേണും. അതേസമയം ഇന്ത്യ വിക്സ് 12% കൂൾ ഓഫ് ആയത് ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റിനെ ഉയർത്തുന്ന ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കുകയും ചെയ്തു. വരുന്ന ആഴ്ച മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കാൻ ശക്തിയുള്ള ചില പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഓട്ടോ സെയിൽസ്. Q3 ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ ജനുവരി 1 ഓട്ടോ സെയിൽസ് ഡേറ്റയും പുറത്തു വരും. ഡിസംബർ മാസത്തിലെ ഓട്ടോമൊബൈൽ കമ്പനികളുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ഡേറ്റയാണ് പുറത്തു വരിക. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാം. രണ്ടാമത് 4 പുതിയ IPOകളും 6 കമ്പനികൾ മാർക്കറ്റിൽ ലിസ്റ്റ് ആകാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷൻ പോയിൻ്റ് ഓഫ് വ്യൂ കൺസേൺഡ് സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാന ഘടകം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലെ സെല്ലിംഗ് തന്നെയാണ്. FIS 6,322 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് കഴിഞ്ഞ ആഴ്ച നടത്തിയത്. ഡിസംബർ 27 വരെ മാത്രം 16,675 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 10,927 കോടി രൂപയുടെ ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തുകയും ചെയ്തു. 2025 തുടക്കത്തിലും FIS ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലറായി തന്നെ പ്രവർത്തിക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ഡോളർ ഇൻഡെക്സ് 108 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കൂടാതെ 10 വർഷത്തെ ബോണ്ട് ഈൽഡ് 4.4 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇനി മറ്റൊരു ഫാക്ടർ ഓയിലിൻ്റെ വില തന്നെയാണ്. ഓയിലിൻ്റെ വില 1.2% ഉയർന്ന് $74.17 പെർ ബാരലിനടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ ഇമ്പോർട്ടറായിട്ടുള്ള ചൈനയിലെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന മന്ദത തന്നെയാണ് ഓയിലിൻ്റെ വിലയിൽ ഒരു കൺസോൾട്ടേഷൻ വരാനുള്ള കാരണം. ഓയിലിൻ്റെ വില കുറയുന്നത് ഇന്ത്യയെ സംബന്ധിക്കുന്ന, അതായത് ബ്രന്റ് ക്രൂഡിൻ്റെ വില കുറയുന്നത് ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ്. ഇനി ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ 23,700-നും 23,900-നും ഇടയിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 23,900 എന്ന ലെവൽ മറികടന്നാൽ 24,000, 24,250 തുടങ്ങിയ ലെവലുകളായിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച്, 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്ത് ഇന്ത്യൻ മാർക്കറ്റിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് 23,650 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 23,650 എന്ന സപ്പോർട്ട് ക്ലോസിംഗ് ബേസിസിൽ നഷ്ടമായാൽ മാർക്കറ്റ് 23,500, സബ്സിക്വൻ്റ്ലി 23,400 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാനും സാധ്യതയുണ്ട്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ഒരു സ്റ്റോക്കാണ് JSW എനർജി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1% ഇടിഞ്ഞ് 629 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി. 1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 85.13, ഡിവിഡൻഡ് ഈൽഡ് 0.32%, 52 വീക്കിലോ 404, 52 വീക്ക് ഹൈ 804. JSW എനർജി O2 പവർ എന്ന കമ്പനിയെ 12,468 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. JSW എനർജിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ JSW ന്യൂ എനർജി ലിമിറ്റഡ് ആണ് O2 പവറിനെ അക്വയർ ചെയ്യുന്നത്. 12,468 കോടി രൂപയ്ക്കുള്ള JSW എനർജി എന്ന കമ്പനിയുടെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയ അക്വിസിഷനാണ് നടക്കുന്നത്. O2 പവർ എന്ന റിന്യൂവബിൾ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുടെ റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോ 4,696 മെഗാവാട്ടാണ്. ഇതിൽ 2025 ജൂൺ മാസത്തോടുകൂടി 2,259 മെഗാവാട്ട് ഓപ്പറേഷണലാകും. 1,463 മെഗാവാട്ട് റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോ അണ്ടർ കൺസ്ട്രക്ഷനിലും 974 മെഗാവാട്ട് ഓർഡറുകൾ പൈപ്പ് ലൈനിലുമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2025 JSW എനർജി എന്ന കമ്പനിയുടെ റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലും വളരെ വലിയ വർധന ഉണ്ടാകും. കോമ്പറ്റീഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ചില റെഗുലേറ്ററി ഏജൻസികളുടെ അപ്രൂവലിന് സബ്ജക്റ്റഡ് ആയിരിക്കും ഈ അക്വിസിഷൻ നടക്കുക. കമ്പനിയുടെ മാനേജ്മെൻറ്റ് പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം 2030 ഫിനാൻഷ്യൽ ഇയറോടുകൂടി 20 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി എന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ ടാർഗറ്റാണ് JSW എനർജിക്കുള്ളത്. ഈ രീതിയിലുള്ള അക്വിസിഷൻ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് കമ്പനിയെ സഹായിക്കുകയും ചെയ്യും.
JSW എനർജി എന്ന സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ഒരൽപ്പം ബിയറിഷാണ്. 800 രൂപയുടെ ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ 625 ട്രേഡ് ചെയ്യുന്നു. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും സെല്ലിംഗ് പ്രഷർ പ്രകടമാണ്. അതേസമയം 600 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടും 560 സ്റ്റോക്കിൻ്റെ വളരെ മികച്ച ഒരു സ്ട്രോങ് സപ്പോർട്ടുമാണ്. സപ്പോർട്ട് പ്രൈസിനടുത്ത് JSW എനർജി പോലുള്ള സ്റ്റോക്കുകളെ അക്യുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്റ്റോക്കുകളെ കറണ്ട് മാർക്കറ്റ് പ്രൈസിലും സ്റ്റാഗേർഡ് മാനറിലും അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്